ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗുജറാത്തിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഈ ആംബുലൻസിനായിട്ട് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ രാവിലെ സമയമാകും, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാധാരണ എല്ലാം കെട്ടിപ്പെറുക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വെയിലത്ത് രാവിലെ സമയമാണെങ്കിലും അത്യാവശ്യം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലാഗുകളുടെ ഇടയിൽ ഞങ്ങളുടെ അർജൻറ്റീനയുടെ കൊടി കണ്ടപ്പോൾ ഒന്നുകൂടി ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കൂടി ഉണ്ട്, ഇന്ത്യ തന്നെയാണല്ലോ നടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ മെല്ലെ ഉള്ളിലേക്ക് കയറി ഞങ്ങളുടെ സ്റ്റാൾ കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടി. ഒരുപാട് സ്റ്റാളുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റാൾ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാളെ കണ്ടുപിടിച്ചപ്പോൾ അതിനിടയിൽ ഇവിടുത്തെ ഒരു മന്ത്രി ഞങ്ങളുടെ സ്റ്റാൾ വിസിറ്റ് ചെയ്യാൻ വന്നു. മന്ത്രി വന്ന സമയത്ത് ഞങ്ങളോട് കണ്ട കാഴ്ച, ഞങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ട്, അവിടുത്തെ എ സിയുടെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ അടുപ്പിന് ചുറ്റും തീ പോകുന്നൊരു കാഴ്ചയുണ്ട്. അങ്ങനെ കാഴ്ച ഞങ്ങളെല്ലാവരും കൂടി പോയപ്പോൾ കുറേ വിദ്യാർത്ഥികളൊക്കെ വന്ന് ഞങ്ങളുടെ എക്സിബിഷനൊക്കെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും നടന്നു പോയ സമയത്ത് ഞങ്ങൾ ഇരിപ്പിടം ഉറപ്പിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാഴ്ച അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പോൾ കൂടുതൽ ഞാനിവരും മറ്റേ പെൺകുട്ടി മാത്രമല്ല മലയാളീസ്, ബാക്കിയൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സാറും വേറെ സാറും കൂടി അവിടുത്തെ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ ആദരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. കാരണം ഞങ്ങൾ ആയുർവേദ ഡോക്ടർ ഒരു ആളെ അംഗീകരിക്കുന്നത് കണ്ടപ്പോൾ സ്റ്റേജിൽ കയറിയപ്പോൾ നമുക്കൊരു പെട്ടെന്ന് രോമാഞ്ചിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ വയറ് വശത്ത് നിന്നപ്പോൾ പെട്ടെന്ന് ഫുഡ് വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് നല്ല മഴയും പെയ്തു. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ കഴിച്ച് ഞങ്ങളിങ്ങനെ തിരിച്ചു വരിക കേട്ടോ.